കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ നല്ല തിരക്കാണ്, വ്യാഴാഴ്ചയല്ലേ. വ്യാഴാഴ്ചകളിലൊക്കെ നല്ല തിരക്കാണല്ലോ. ഇന്ന് അതിലേറെ, കാരണം രാവിലെ മുതൽ തന്നെ ഇന്ന് സീനിയർ സിറ്റീസിനൊക്കെ കുറച്ച് വഴുകി 5:30-ക്കുള്ളത് ശീവേലിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ പ്രത്യേകം പറയാനുള്ളത്, രാവിലത്തെ ശീവേലി 6:10 6:20 ആകുമ്പോഴേക്കും ആവും കേട്ടോ. അപ്പോൾ കേൾക്കുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിച്ചോളൂ. പലരും ചോദിക്കുന്നുണ്ട്, സാധാരണ നമുക്ക് 7 മണിയൊക്കെ ആയിട്ടല്ലേ ശീവേലി ഉണ്ടാവല്. ഇപ്പോൾ ഈ സമയത്തൊക്കെ നേരത്തെയാണ്, വൈശാഖ മാസം മാത്രമല്ല, ഇപ്പോൾ കുറച്ചായി നേരത്തെ ശീവേലി. അതേപോലെ പന്തീരടിയൊക്കെ 8 മണിയാകുമ്പോഴേക്ക് തന്നെ 8, 8:10 ആകുമ്പോഴേക്ക് പന്തീരടിക്ക് റെഡിയാവും. അപ്പോൾ അതൊക്കെ കാര്യമായിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ശീവേലി കാണേണ്ട ആളുകളൊക്കെ. പിന്നെ വൈകിട്ട് 3:30-ക്കാവും ഉണ്ടാവുക ശീവേലി. അതുപോലെ രാത്രി 9, 9:30-ക്കൊക്കെ ആവും. 9:30 ചിലപ്പോൾ വഴുകുന്നവരും 10 മണി വരെയൊക്കെ ആവാം. കാരണം ഭക്തജനങ്ങളുടെ ഒഴുക്ക് അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്കും തിരക്ക് തന്നെയാണ്. ഇന്ന് രാവിലെ 8 മണി വരെയും ഉഷപൂജ കഴിഞ്ഞതിന് ശേഷം 8 മണി വരെ നേരിട്ട് കൂത്തമ്പല, അതായത് കൊടിമരം വഴി തന്നെയാണ് വിട്ടിരുന്നത്. വീണ്ടും നേദ്യം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെയാണ്, നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ നമുക്കെന്തായാലും ഗുരുവായൂരപ്പനെ തൊഴാനായിട്ട് പോവാം. ഇന്ന് ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണതെന്ന് അറിയണ്ടേ. അപ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിലൊന്ന് വന്ന്, കിഴക്കേ നടയിലുള്ള ആ ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി തൊഴുത് പ്രാർത്ഥിച്ച് പോരാം. അതിനുശേഷം ആ ഗോപുരവാതിൽ കടന്ന് നേരെ അകത്തേക്ക് ഇങ്ങനെ വരാം. ആ വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് നോക്കുക. അപ്പോൾ ശ്രീലകത്തെ ആ പൊൻവെളിച്ചം നമ്മളിലേക്ക് എത്തും. അത് കണ്ടാൽ തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടി എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇടതുവശത്തുള്ള ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക, ആ ഭക്തശിരോമണീനെ ഒന്ന് സ്മരിക്കുക. പിന്നെ വലതുവശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് നോക്കിയിട്ട് തൊഴുക. അതിനുശേഷം നമ്മളിങ്ങനെ പോവുകയാണ് ശ്രീലകത്തേക്ക് നോക്കിക്കൊണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, കാലിങ്ങനെ കാൽത്തടകൾ കാണാണ്ട്, കാല് പിണച്ച് വെച്ചിട്ടുണ്ട്. നല്ലൊരു സുന്ദര കാൽ, നല്ല രസമായിട്ടുള്ള കാല്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, കോണകാണ്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. നല്ല തടിച്ചുരുണ്ട കേട്ടോ. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ 2 കൈയും കാണാണ്ട്, 2 കൈയിലും ഓടക്കുഴൽ, അവനോടക്കുഴൽ പിടിച്ചിട്ട് വേണുഗാനം പൊഴിക്കുക കേട്ടോ. ഇന്ന് മുരളീധരനായിട്ടാണ്, വേണുഗോപാലനായിട്ടാണ് കേട്ടോ ശ്രീലകത്ത്. അങ്ങനെ നോക്കുമ്പോൾ ആ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. അതുപോലെ പൊന്നിൻ്റെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. മാറത്തെ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ ഒരു മാലയുണ്ട്. പിന്നെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ നല്ല മുഖത്ത് നല്ല ചിരിച്ച് നിൽക്കുക. എന്താന്ന് ആൾക്കാർ, ഭക്തരെ എല്ലാവരും സുഖിപ്പിക്കാനായിട്ടാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. ഓജസ്സും തേജസ്സും ഒക്കെ ഇങ്ങനെ ആയിട്ട് നമ്മളെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് പൊന്നോടക്കുഴലും പിടിച്ച് ആ വേണുഗാനം പൊഴിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരം, അത്രയ്ക്കും പറഞ്ഞാൽ മതിയാവാത്തത്രയ്ക്കും മനോഹരം. അങ്ങനത്തെ ഒരു കാഴ്ചയാണ്. അങ്ങനെ തിരുമുടി നോക്കുമ്പോൾ 3 പീലികൾ ചാർത്തിയിട്ടുണ്ട് കളഭം കൊണ്ട് തന്നെ. പിന്നെ തിരുമുടിമാല ഒരെണ്ണേ ഉള്ളൂ, ഒരു താമരയും തുളസിയും കൂടി ചേർന്നൊരു തിരുമുടിമാല. അതേപോലെ ഉണ്ടമാലയും ഒരെണ്ണം താഴെയും ഒരെണ്ണം മേലെയായിട്ടാണ് ചാർത്തിയിട്ടുള്ളത്. മേലേക്കുള്ളത് താമര കൊണ്ടുള്ള വെളുത്ത താമര, അതേപോലെ താഴത്ത് നല്ല തുളസിയുടെ. പിന്നെ വിധാനമായിട്ട് 4 തുളസി മാലകൾ ഇങ്ങനെ മേലെ അലങ്കരിച്ചിട്ടുണ്ട്. ചക്രങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന തരത്തിൽ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് ആ സോപാനപ്പടിയിൽ നിന്ന് നോക്കുകയാണെന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ വർണ്ണിക്കപ്പെട്ടത്, കണ്ട കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ.
ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി തന്നെയാണ്. മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മൾ അഗ്നികോണിലേക്കുള്ള ആ ബലി തൂവുന്ന ആ കല്ല് കണ്ടു, തൊഴുതു. വീണ്ടും തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് ആ തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടത്തുന്നതും ഭഗവാനെ നേദ്യം തയ്യാറാക്കുന്നതുമായ തിടപ്പള്ളി കണ്ട് തൊഴുതു. പിന്നീട് ഒന്ന് തിരിഞ്ഞ് നിന്നിട്ട് ചുമരിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ പച്ച കളറിലുള്ള ആലിലയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ കിടന്ന് കളിക്കണത് കാണാം. അപ്പോൾ അത് കണ്ട് തൊഴുക. പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഗണപതിയുടെ അവിടെ വരിക. ആ ഗണപതിയുടെ അവിടെ വന്നിട്ട് ഗണേശനെ കണ്ട് തൊഴുക. അവിടെ നിന്ന് ചന്ദന ചാർത്തൊക്കെ ധാരാളമായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് നല്ല കൊമ്പും ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഗണപതിയുടെ അവിടെ. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുതോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞേത്തൊക്കെ ഇട്ട് തിരിഞ്ഞ് നോക്കിയാൽ സരസ്വതി ദേവീനെ കാണാം. ആ സരസ്വതി ദേവീനെ കണ്ട് തൊഴുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പിന്നെ അങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണപതീനെ ഇങ്ങനെ കാണാം. അവിടെ ഇങ്ങനെ തൊട്ട് തലോടിയിട്ട് തൊഴുത്. പിന്നെ മത്സ്യാവതാരം കാണാം, കൂർമാവതാരം, നരസിംഹാവതാരം, വാമനാവതാരമൊക്കെ ഇങ്ങനെ കണ്ട് വരാഹാവതാരമൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരാം. അങ്ങനെ അവിടുന്ന് മേൽശാന്തിര അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങി തൊട്ട് പിന്നെ വാമനാവതാരം കാണാം, ഗജേന്ദ്രമോക്ഷം കാണാം. അതേപോലെ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് പിന്നെ അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴുക. അവിടെ ധാരാളം മാലകൾ മേലെ ഇങ്ങനെ വിധാനമായിട്ടുണ്ട്. മുകളിൽ പത്മനാഭൻ്റെ മുകളിൽ വെളുത്ത മുല്ല കൊണ്ടുള്ള മാലയുണ്ട്, താമരമാലയുണ്ട്. എല്ലാവരും കണ്ട് തൊഴുതോളൂ. അത് കഴിഞ്ഞാൽ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് എത്തിയിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ശ്രീരാമചന്ദ്രനും ബലരാമനും അതേപോലെ ഭാർഗവരാമനും ഒക്കെ ആ വിഗ്രഹങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് ആ കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അവിടെ ഒരു തുളസിമാല കാണാനുണ്ട്. പിന്നെ മുരുകൻ്റെ അവിടെ വരിക, മുരുകനെ കണ്ട് തൊഴുക. ഭസ്മം കൊണ്ട് നല്ല അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പോൾ അതിങ്ങനെ കാണാനുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കാണുക, തൊഴുക. അവിടെ നിന്ന് കുങ്കുമങ്ങളൊക്കെ ധാരാളമുണ്ട്. കുങ്കുമം കൊണ്ടൊക്കെ ഇഷ്ടം പോലെ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ മാലയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുതോളൂ. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങിക്കോളും. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത്മവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു, രാധാകൃഷ്ണ വിഗ്രഹം കണ്ടു തൊഴുതു. പിന്നെ ഓവിൻ്റെ അവിടെ വന്നിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ടു തൊഴാം. വീണ്ടും നമ്മൾ കിഴക്ക് വശത്തേക്ക് വരുമ്പോൾ ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്നാൽ ആ മണിക്കിണർ കാണാം. അതൊക്കെ ഒന്ന് തൊഴാം. അതേപോലെ ആ നൃത്ത അറയിൽ അത് കിടാവിളക്ക് കത്തിരിക്കുന്നു. അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണാട്ട വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ പോരാം. അങ്ങനെ വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി തൊട്ട് ഇനി എടത്തരകത്തുകാവിലെ ഭഗവതീനെ കാണാനായിട്ട് പോവാം. അങ്ങനെ പോന്ന് ഭഗവതിയുടെ അടുത്ത് വരിക. അവിടെ വരുമ്പോൾ അമ്മയ്ക്ക് ഇന്ന് ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ കഴിഞ്ഞിട്ട് അഭിഷേകമൊക്കെ കഴിഞ്ഞ്
നന്നായിട്ടുള്ള അലങ്കാരമായിട്ട് വന്നു. നല്ല വലിയ വട്ടത്തിലുള്ള സ്വർണത്തിൻ്റെ പൊട്ടാണ് കേട്ടോ. അതൊക്കെ വെച്ചിട്ടുണ്ട്. 2 നെക്ലസ് മാലകൾ വലുതായിട്ടുള്ളതുണ്ട്. പിന്നെ അരയിൽ ഇങ്ങനെ കെട്ടിയ മാതിരി ഉണ്ട്. പിന്നെ നല്ല ചുവന്ന പട്ടൊക്കെ കൊടുത്ത് നല്ല ആ ഒരു സ്വരൂപത്തിലാണ്. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളും. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അനുഗ്രഹം വാങ്ങി നമ്മളിങ്ങോട്ട് പോരുമ്പോൾ കോർണറിലെത്തിയ ഒന്ന് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ നോക്കുക. മമ്മിയൂർക്ക് പോകുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മനസ്സിൽ മമ്മിയൂരപ്പനെ കാണുക. അപ്പോൾ ആ മമ്മിയൂർ പോയി അനുഗ്രഹം നമുക്ക് കിട്ടിയെന്നായി. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വരുന്നു. വന്നു കഴിഞ്ഞ് ശ്രീലകത്തേക്ക് ഒന്നും കൂടി നോക്കിയിട്ട് നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണനെ തൃക്കാൽ പിണച്ചു വെച്ച് തിരുമുഖ കമലം കാട്ടി പുഞ്ചിരിയോടുകൂടി വേണുഗാനം പൊഴിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുതു. അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമീനെ കണ്ട് തൊഴുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അതിനുശേഷം നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് വരുമ്പോൾ ദീപസ്തംഭത്തിലെ വേണുഗോപാലിനെ കാണാം. അവിടെയും കണ്ട് തൊഴാം. അപ്പം ഇന്ന് ശ്രീലകത്തും വേണുഗോപാലനാണ്, ദീപസ്തംഭത്തിൻ്റെ മുകളിലും വേണുഗോപാലനാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, തൊഴുതോളൂ. പിന്നെ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ പിന്നാക്കം നിന്ന് നോക്കിയാൽ ആ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരം കണ്ടു. ഗുരുവായൂരപ്പൻ്റെ എപ്പോഴാണോ എന്നെ കേൾക്കുന്നത് ആ കേൾക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ നമ്മൾ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ മനസ്സിൽ അങ്ങോട്ട് വിചാരിക്കുക. അപ്പോൾ അവിടെ ദർശനം കിട്ടിയ അനുഗ്രഹം നൽകിയ ആ ഗുരുവായൂരപ്പനെ കണ്ട പ്രതീതി നമുക്കുണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.